അബിൻ, എൻ.എം. രാജു പറഞ്ഞത് 2 കോടി കൊടുത്തു, 20 ലക്ഷം രൂപ തിരിച്ചു നൽകി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 1,80 ലക്ഷം രൂപയുടെ വായ്പ എന്നുള്ള വാക്കാണ് എൻ.എം. രാജു ഉപയോഗിച്ചത്. ആന്റോ ആന്റണി അത് സംഭാവനയായിട്ടാണ് പറയുന്നത്. ഇതിൽ ഏത് വാക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾ ആന്റോ ആന്റണിയുടെ MP-യുടെ ഡിക്ലറേഷൻ സത്യവാങ്മൂലം നോക്കുമ്പോൾ ലോൺ ആയിട്ട് 16,03,551 രൂപയും മറ്റാളുകൾക്ക് ജാമ്യം നിന്നതായി 37,32,290 രൂപയും. അതിന് ആകെ നോക്കിയാലും 53 ലക്ഷമേ വരുന്നുള്ളൂ. കണക്കുകളിൽ പ്രശ്നമുണ്ട്. അപ്പോൾ എൻ.എം. രാജു രേഖ പുറത്തു വിടട്ടെ എന്ന് പറയുന്നതിലപ്പുറം ഒരു MP ആണ്, ഒരു ജനപ്രതിനിധിയാണ്. ഇതാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ 2 കോടി രൂപ വെട്ടിച്ചു എന്നൊരു ആരോപണം വന്നാൽ, ഒരു ആക്ഷേപം വന്നാൽ, ആക്ഷേപം ഉന്നയിച്ച ആൾ പരാതി കൊടുക്കട്ടെ അല്ലെങ്കിൽ തെളിവ് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടോ ആന്റോ ആന്റണിയെ പോലെ ഒരു ജനപ്രതിനിധിക്ക്? ആദ്യം ഞാൻ അതിന് ഉത്തരം പറയാം, പൂർണ്ണമായ ഉത്തരം പറയാം, ഒരു കുഴപ്പമില്ല. എൻ്റെ ആദ്യത്തെ ചോദ്യം ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കാം. തന്ത്രി ഈ എൻ.എം. രാജുവിൻ്റെ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ പണം ഇട്ടു, 2.5 കോടി രൂപ ഇട്ടുവെന്നും ആ പണം ആന്റോ ആന്റണിക്ക് കൊടുത്തുവെന്നൊരു ആരോപണം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ? അതിന് ഉത്തരം പറയണം. കാരണം എൻ.എം. രാജു പറയുന്ന മുഴുവൻ നിങ്ങളിപ്പോൾ 2 കോടി എന്ന് എൻ.എം. രാജുവിൻ്റെ കണക്കെടുക്കുവാണെങ്കിൽ ബാക്കിയുള്ളത് എടുക്കണം, ഇല്ലെങ്കിൽ എടുക്കാതിരിക്കരുത്. ഞാൻ ചോദിക്കുന്ന വിഷയം അതാണ്. തന്ത്രി ഇട്ട പണം ആന്റോ ആന്റണി എടുത്തു എന്ന CPM-ന് ഇപ്പോഴൊരു ആരോപണം ഉണ്ടോ ഇല്ലയോ? അതിൽ വ്യക്തത വരുത്തിയാൽ ഞാൻ രണ്ടാമത്തെ ഭാഗത്തായിട്ട് കിടക്കാം. അങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ CPM-നുണ്ടോ? ശരി, ശ്രീ ഗോപൻ, ശ്രീ ഗോപൻ, അങ്ങനെ ഒരു ആക്ഷേപം, അങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ CPM-നുണ്ടോ? 2.5 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ തന്ത്രി കണ്ഠര രാജീവന് നിക്ഷേപിച്ചു. ആ പണം നഷ്ടപ്പെട്ടപ്പോൾ തന്ത്രിക്ക് പരാതി ഉണ്ടായിരുന്നില്ല. ആ പണമാണ് ആന്റോ ആന്റണിക്ക് വായ്പയായി കൊടുത്തത്. ഇങ്ങനെ ഒരു ആക്ഷേപം ഈ ദിവസം CPM-നുണ്ടോ? അതല്ല, ആ കാര്യത്തിൽ 2 ഭാഗമുണ്ട്. ആ ആരോപണത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നതും ശരിവെക്കുന്നതും ശാക്തീകരിക്കുന്നതുമായ ഒരു കാര്യമാണ് ശ്രീ രാജു 2 കോടി രൂപ ആന്റോ ആന്റണിക്ക് കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ ആന്റോ ആന്റണി പൈസ അവിടെ നിന്ന് വാങ്ങി എന്നുള്ള തന്ത്രിയെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, തന്ത്രിക്ക് ആ ക്രെഡിറ്റ് സൊസൈറ്റി എന്നുള്ളത് എനിക്ക് ആ ചോദ്യം മനസ്സിലായി. കോൺഗ്രസിനോട് മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് ഒരു ക്ലാരിറ്റി വരുത്തണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആര്യയുടെ ശ്രീ ആര്യ, നിങ്ങളുടെ ചോദ്യം എനിക്ക് മനസ്സിലായി. ആ ഉത്തരം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ചോദ്യം വന്നാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും കാര്യം. ഞാൻ പറഞ്ഞത് ശ്രീ ഉദയഭാനു ഉന്നയിച്ച ആക്ഷേപം 2.5 കോടി രൂപ അവിടെ തന്ത്രി നിക്ഷേപിച്ചു, 2 കോടി രൂപ ആന്റോ ആന്റണി വാങ്ങിയിട്ടുണ്ട്. ഈ 2 കാര്യങ്ങളാണല്ലോ. ഇതിൽ രണ്ടാമത്തെ ഭാഗം 100% ശരിയാണെന്ന് വന്നു കഴിഞ്ഞല്ലോ. ശ്രീ ആന്റോ ആന്റണി നെടുമ്പറമ്പിൽ ഫിനാൻസിയേഴ്സിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹം തുക എത്രയാണെന്നുള്ളതേ ഉള്ളൂ പറയാത്തത്, ബാക്കി അദ്ദേഹം നിഷേധിച്ചിട്ടില്ല. ഇന്നലത്തെ പത്രസമ്മേളനം ശ്രീമതി ആര്യ കാണിച്ച പത്രസമ്മേളനം ഉൾപ്പെടെ നമ്മളെല്ലാം കേട്ടതാണ്. ശ്രീ ആന്റോ ആന്റണിയുടെ പത്രസമ്മേളനം ഞാൻ ശ്രദ്ധിച്ചു കേട്ടതാണ്. വേണമെങ്കിൽ തിരിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ടാണല്ലോ ആരോപണം. ശബരിമലയുമായി ബന്ധപ്പെട്ടാണ് ആരോപണം. പറയട്ടെ, തന്ത്രി ഇട്ട പണം 2024 തന്ത്രി ഇട്ട ആര്യയുടെ ചോദ്യത്തിനാണ് എടുത്തു എന്നൊരു ആരോപണമാണ് നിങ്ങൾ ഉന്നയിച്ചത്. അതുകൊണ്ടല്ലോ ഞാൻ ശ്രീമതി ആര്യയുടെ ചോദിച്ചതാണ്, എന്റെ ചോദ്യമാണ്. അപ്പോ അതിൽ ഉദയഭാനുവിന് ഇപ്പോൾ ഒരു ആരോപണം അങ്ങനെ ഉണ്ടോ ഇല്ലയോ? CPM-ന് അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ ഇല്ലയോ? ആര്യ, എന്റെ സമയമാണോ അദ്ദേഹത്തിന്റെ സമയമാണോ? നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യും. എനിക്ക് ചോദ്യം ഉത്തരം പറയാൻ ഞാനത് അതുകൊണ്ടാണ് അബിന്റെ സമയമാണ് ശരിക്കും. നിങ്ങളുടെ സമയമാണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചു. അല്ലല്ല, മറുപടി പറയണമെങ്കിൽ CPM-ന്റെ നിലപാട് അബിൻ അറിയണം. അതായത് തന്ത്രി അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ ഇല്ലയോ അത് പറഞ്ഞാൽ അടുത്ത ഘട്ടം ഞാൻ പൂർണ്ണമായി അത് ഞാൻ പറയാൻ നിങ്ങൾ രണ്ടുപേരും സമ്മതിക്കണ്ടേ? നിങ്ങള് മറുപടി പറയുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരുടെ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നാൽ ഞാൻ അങ്ങനെ മറുപടി പറയുന്നത്? നിങ്ങളൊരു മനുഷ്യനെ ശ്വാസം എടുക്കാൻ സമയം കൊടു. ഒരു ചോദ്യം ചെയ്യാൻ അയാൾക്ക് ഉത്തരം വേണ്ട, ഞങ്ങൾ വീണ്ടും അതിൻ്റെ പുറത്ത് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ഇതാണോ ശീലം? അദ്ദേഹത്തിൻ്റെ സമയമാണ്, അദ്ദേഹം സംസാരിക്കുന്നതിനോട് എനിക്ക് 100% യോജിപ്പാണ്. പക്ഷേ ഞാൻ അതിനകത്ത് മറുപടി പറയണമെങ്കിൽ അതാ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. 2 പോയിന്റ് അതിനകത്തുള്ളത്. ഒന്ന്, തന്ത്രി അവിടെ പണം നിക്ഷേപിച്ചു, ഒന്നാമത്തെ വശം, ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, ശ്രീ ആന്റോ ആന്റണി 2 പൈസ അവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയി. ഇതാണല്ലോ ശ്രീ ഉദയഭാനുവിൻ്റെ ആക്ഷേപം. അതിൽ രണ്ടാമത്തെ പാർട്ട് ഇന്നലെ പച്ചയായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അതായത്
ശ്രീ നെടുമ്പറമ്പിൽ ഫിനാൻസിൻ്റെ ഉടമ പറഞ്ഞിരിക്കുന്നു എൻ്റെ കയ്യിൽ നിന്ന് സംഭാവനയായിട്ട് പിന്നെ എന്ന് അദ്ദേഹം ആക്ഷേപിക്കുന്നു. പിന്നീട് ആക്ഷേപിച്ചു എൻ്റെ കയ്യിൽ നിന്ന് കടമായിട്ട് 2 കോടി രൂപ വാങ്ങിച്ചുകൊണ്ട് പോയി, 20 ലക്ഷം രൂപ തിരിച്ചു തന്നു. ശ്രീ ആന്റോ ആനോട് ചോദിക്കുന്നു, നിങ്ങൾ പണം വാങ്ങിയിട്ടുണ്ടോ? ഉണ്ട്, അത് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര വാങ്ങി അത് നിങ്ങളോട് പറയത്തില്ല, എത്ര തിരിച്ചു കൊടുത്തു അതും പറയത്തില്ല. ഇതാണല്ലോ രണ്ടാമത്തെ ഭാഗം. ഇനി ഒന്നാമത്തെ സംശയമാണ് തന്ത്രി നിക്ഷേപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതാണല്ലോ ഇപ്പൊ പരിശോധന നടക്കുന്നത്. ആ പരിശോധനയുടെ ഭാഗമായി ശ്രീ ഉദയഭാനു പറഞ്ഞത് യാഥാർത്ഥ്യമാണോ ഇല്ലയോ എന്നുള്ളത് അന്വേഷണത്തിൽ തെളിയട്ടെ. നമ്മളിവിടെ ഞാൻ അബിനെ സഹായിച്ചു അതാണ് എനിക്ക് അതിന്റെ ഉത്തരം. ശരി മനസ്സിലായി. അബിനെ ഞാൻ സഹായിച്ചു തരാം. ഈ കഴിഞ്ഞ ജനുവരി 27-ാം തീയതിയാണ് ഉദയഭാനു ഈ ഒരു ആരോപണം ഉന്നയിച്ചത്. ഒരു വീഡിയോ, ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ട് അത് ഇപ്പോഴും അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് വിശ്വസിക്കാം ആ ആക്ഷേപം ഇപ്പോഴും CPM ഉണ്ടെന്ന്. ഇനി അബിൻ മറുപടി പറയും. അങ്ങനെ അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ആര്യ അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ NN രാജു പറഞ്ഞ വാർത്താ സമ്മേളനത്തിന്റെ 2 ഭാഗത്തിൽ ഒരു ഭാഗം സത്യമാണ്, മറ്റേ ഭാഗം കള്ളമാണ് എന്ന് പറഞ്ഞാൽ ആ ആരോപണത്തിൽ എന്താണ് വസ്തുതയുള്ളത്? അതായത് NN രാജു പറഞ്ഞു 2 കോടി രൂപ ആന്റോ ആന്റണിക്ക് കൊടുത്തിട്ടുണ്ട്, ആ ഭാഗം CPM-ന് സത്യമായിട്ട് തോന്നി. എന്നാൽ NN രാജു പറഞ്ഞു തന്ത്രി ഇതിൽ നിക്ഷേപിച്ചിട്ടില്ല, ആ ഭാഗം അത്ര സത്യമായിട്ട് തോന്നിയില്ല. ഇതിലെന്താ വസ്തുതയുള്ളത്? ഇതിലെന്താ കാര്യമുള്ളത്? ഇതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. ഈ ആരോപണം വന്നതെപ്പോഴാണ്? ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ ആരോപണം വന്നത്. NM രാജുവിന്റെ ബാങ്കിൽ ഈ ശബരിമലയിലെ തന്ത്രി 2.5 കോടി രൂപ നിക്ഷേപിച്ചുവെന്നും അതിൽ 2 കോടി രൂപ ആന്റോ ആന്റണി മേടിച്ചുവെന്നുമാണ് KP ഉദയഭാനു, നിങ്ങൾ ഇപ്പോൾ പറയുന്ന KP ഉദയഭാനു പറയുന്നത്. അതിന്റെ ഒരു ഭാഗം സത്യമാണ്, ഒരു ഭാഗം നുണയാണ് NN രാജുവിന്റെ റിപ്ലൈയിൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താ ക്ലാരിറ്റി ഉള്ളത്? അതല്ലേ ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. അതുകൊണ്ട് അതിൽ തന്നെ ക്ലാരിറ്റി ഇല്ല, അത് തന്നെ കള്ളമാണ്, വ്യാജമാണ്. CPM ഉണ്ടാക്കിയ ഒരു ഇനി രണ്ടാമത്തെ കാര്യം ഇനി ഞാൻ പറയട്ടെ സാർ, 2 കോടി രൂപ എന്ന് ആരെങ്കിലും സമ്മതിച്ചോ സാർ? ഒരു സംഭാവന കിട്ടിയെന്ന് പറഞ്ഞു, അത് എല്ലാവർക്കും കിട്ടിയപ്പോ ഞാൻ BJP-യുടെയും CPM-ന്റെയും പ്രതിനിധിയോട് പറയാം. അങ്ങനെയാണെങ്കിൽ CPM പറയട്ടെ, NM രാജു 2019-ലും 2021-ലും 2019-ലും CPM-ന് എത്ര രൂപ സംഭാവന നൽകി? CPM ഒന്ന് പുറത്തു വിട്ടെ, ഞങ്ങളൊന്ന് അറിയട്ടെ. എല്ലാവരും നിങ്ങളങ്ങ് ഭയങ്കര പരിശുദ്ധന്മാരാണല്ലോ. 30 ലക്ഷം രൂപ കിറ്റക്സിന്റെ കയ്യിൽ നിന്ന്, ഏത് NDA-യിൽ പോയ 2020-കാരൻ കിറ്റക്സിന്റെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ 2020 പാർട്ടി ഉണ്ടാകുമ്പോൾ സംഭാവന മേടിച്ചവരാ നിങ്ങൾ. ആ രേഖ ഇപ്പോഴും ഉണ്ട്. 30 ലക്ഷം രൂപ സംഭാവന മേടിച്ചേ. കിറ്റക്സ് ബൂർഷ മുതലാളിയാണെന്നും കിറ്റക്സിനെതിരെ ആ നാട്ടിൽ മുഴുവൻ CPM-കാർ സമരം നടത്തിക്കൊണ്ടിരുന്നപ്പോ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞ് 30 ലക്ഷം രൂപ വായ്പ, 30 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് മേടിച്ചവരാ നിങ്ങൾ, ഡൊണേഷൻ മേടിച്ചവരാ നിങ്ങൾ. നിങ്ങളാണ് സംഭാവന മേടിക്കുന്നില്ല എന്ന് പറയുന്നത്. CPM-കാരൻ കേരളത്തിൽ സംഭാവന മേടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ ആര് വിശ്വസിക്കുമെന്ന് ഓർത്താ? അത് വേറെ ഒരു വിഷയം, അത് അവിടെ നിൽക്കട്ടെ. എന്റെ പ്രശ്നം ഇതാണ്, ഇതിനകത്ത് 2 കോടി രൂപ മേടിച്ചു എന്ന് ആന്റോ ആന്റണി സമ്മതിച്ചിട്ടില്ല. സമ്മതിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കും വ്യക്തമാണ്, നിങ്ങൾക്കും വ്യക്തമാണ്. 2 സംഭാവന കൊടുക്കാറുണ്ട്, അത് CPM-ന് കൊടുക്കാറുണ്ട്, അത് BJP-ന് കൊടുക്കാറുണ്ട്. ഞാൻ സുരേന്ദ്രൻ എത്ര രൂപ സംഭാവന കിട്ടിയെന്ന് കൂടെ ശ്യാം പറഞ്ഞാൽ മതി. ശരി, അല്ല 2019-ൽ നെടുമ്പറമ്പിൽ ഫിനാൻസുകാരൻ സുരേന്ദ്രൻ എത്ര രൂപ കൊടുത്തു എന്ന് സുരേന്ദ്രൻ പറഞ്ഞാൽ മതി. എത്ര രൂപ കൊടുത്തു, BJP-ക്ക് എത്ര രൂപ സംഭാവന എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് അവരോട് ചോദിക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോ ഇന്നലെ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിലാണല്ലോ ആന്റോ ആന്റണി ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചത്. ഒരു കാര്യം, ഒരു ആക്ഷേപം വന്നു, ഒരു ആരോപണം വന്നു, അതിന് മറുപടി പറയാനാണ് അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ചത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട് എത്ര തുക, എത്ര തിരികെ നൽകി. ഈ 2 ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ പ്രശ്നം തീരും. 2 കോടി വാങ്ങി 2 കോടി തിരിച്ചു കൊടുത്തു, അവിടെ ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. അല്ലെങ്കിൽ ഒന്നും വാങ്ങിയില്ല, അവിടെയും ചാപ്റ്റർ ക്ലോസ്ഡ് ആണ്. അല്ലെങ്കിൽ ഇത്രയാണ് തന്നത്, അതിൽ ഞാൻ ഇത്ര കൊടുത്തു, അല്ലെങ്കിൽ ഇത്ര കൊടുക്കാൻ ബാക്കിയുണ്ട്. വളരെ സിമ്പിൾ അല്ലേ ഈ കാര്യം? ഇന്നലെ ഈ ആകെ വ്യക്തത വരുത്തേണ്ട ഒരു കാര്യം, പണം വാങ്ങിയിട്ടുണ്ടോ, തിരികെ കൊടുത്തോ? ഈ വാർത്താ സമ്മേളനത്തിൽ അതിന് മാത്രം ഉത്തരമില്ല. വാർത്താ സമ്മേളനം കഴിയുമ്പോൾ അതായത് 2 കോടി രൂപ മേടിച്ചിട്ടില്ല എന്ന് ആന്റോ ആന്റണി വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. 2 അദ്ദേഹത്തിന് പണം കൊടുത്തു എന്ന് അദ്ദേഹം സമ്മതിച്ചു, അത് തിരികെ നൽകിയെന്നും അദ്ദേഹം സമ്മതിച്ചു. ഇതിൽ 2 പ്രശ്നമുണ്ട്. 2 കോടി രൂപ നിങ്ങൾ വായ്പ കൊടുത്തു എന്ന് പറയും. വായ്പ അല്ല, അത് സംഭാവന കൊടുത്ത് അത് ഇനി വേണമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അത് വരും. അടുത്ത ദിവസങ്ങളിൽ അത് വേണമെങ്കിൽ അതും വരും. അതായത് ഇത് CPM-ന്റെ അജണ്ടയാണ്. ഇപ്പോ സംഭാവന കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ നെടുമ്പറമ്പിൽ ഫിനാൻസുകാരനുമായി ബന്ധപ്പെട്ട് 4 കൊല്ലമായിട്ട് ED-യും സംസ്ഥാന പോലീസ്, സംസ്ഥാന ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷണത്തിലാണ്.
അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 2 കോടി രൂപ കൊടുത്തു, അല്ലെങ്കിൽ 25 ലക്ഷം രൂപ കൊടുത്തു, 50 ലക്ഷം രൂപ കൊടുത്തു. ഇനിയിപ്പോ ഒരു വേസ്റ്റ് സിറ്റുവേഷനിൽ നിങ്ങൾ പറഞ്ഞ പത്രക്കാർ പറഞ്ഞ ബ്ലാക്ക് മണിയാണ് കൊടുത്തത് എങ്കിൽ പോലും ഈ 4 കൊല്ലമായിട്ടുള്ള ED അന്വേഷണത്തിലും ഈ 2 കൊല്ലമായിട്ടുള്ള ഈ കേരള സംസ്ഥാനത്തിന്റെ അന്വേഷണത്തിലും ഇത് പുറത്തു വന്നിട്ടുണ്ടോ? ആന്റോ ആന്റണിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ? നിലവിലത്തെ ഇന്നലത്തെ ദിവസം അങ്ങനെ ഒരു ആരോപണം സംസ്ഥാന പോലീസ് അന്വേഷിച്ചോണ്ടിരിക്കുകയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്, അത് വരണമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അതും വരും. എത്ര രൂപയാണ് എന്നുള്ളതിന്റെ കണക്ക് വേണമെങ്കിൽ അതും വരും. ഇത് ഒറ്റക്കാര്യം വ്യക്തമാണ്, 2 കോടി ഇല്ല എന്നത് വ്യക്തമാണ്. 2, ഇത് ഡൊണേഷൻ മേടിച്ചു എന്നുള്ളത് അദ്ദേഹം സമ്മതിച്ചതാണ്. എല്ലാ പാർട്ടിക്കാർക്കും കിട്ടി എന്നുള്ളത് സമ്മതിച്ചതാണ്. ഞാൻ പറയുന്നത് ഈ പാർട്ടിക്കാരൊക്കെ ഇപ്പൊ CPM പറയുകയാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ് ഇത്ര രൂപയാണ് ഞങ്ങൾക്ക് തന്നത്, BJP പറയാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ് ഇത്ര രൂപയാണ് ഞങ്ങൾക്ക് തന്നത്. അങ്ങനെ പറയുമ്പോൾ കോൺഗ്രസും പറയും കോൺഗ്രസിന്റെ എത്ര രൂപയാണ് കോൺഗ്രസിന് കിട്ടിയത് കോൺഗ്രസും പറയും. അതായത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തുക പറയുന്നതിലെ പ്രശ്നമാണോ? ഒരു പ്രശ്നമില്ല, ശരി, ഒരു പ്രശ്നമില്ല, ശരി, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അത് വരും ദിവസങ്ങളിൽ അത് വേണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതും പുറത്തു പറയും. അത് പുറത്തു പറഞ്ഞതിന് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞങ്ങൾ പറഞ്ഞത് എന്താണ്, ഞങ്ങളുടെ മെയിൻ ക്രക്സ് പോയിന്റ് എന്താ ഇതിനകത്ത്, ഇതിന്റെ ആരോപണം എന്തായിരുന്നു? നെടുമ്പറമ്പിൽ ഫിനാൻസുകാരനെ എന്തിനാണ് നിങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ചത്? ആ കാര്യം ഒന്ന്, ഒറ്റ കാര്യം, എനിക്ക് 30 സെക്കൻഡ് മതി. നെടുമ്പറമ്പിൽ ഫിനാൻസുകാരനെ വാർത്താ സമ്മേളനം നിങ്ങൾ വിളിച്ചത് തന്നെ 2.5 കോടി രൂപ തന്ത്രിയുടെ കയ്യിൽ നിന്ന് 2024 മേടിച്ചുവെന്നും ആ പണം അപ്പോൾ തന്നെ ആന്റോ ആന്റണിക്ക് കൊടുത്തു എന്നുള്ളതായിരുന്നു CPM-ന്റെ ആരോപണം. ഇതിന്റെ പേരിലാണ് അദ്ദേഹം പ്രസ് കോൺഫറൻസ് വിളിച്ചത്. പ്രസ് കോൺഫറൻസ് വിളിച്ച അദ്ദേഹം എന്താണ് ഒരു കാര്യം പറഞ്ഞത്, ഞാൻ തന്ത്രിയെ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ CPM-കാരന് ആ വാദഗതി ശരി, രാജു ചേട്ടൻ പറഞ്ഞ അത് കറക്റ്റാണ്. 2 കോടി രൂപ ആന്റോ ആന്റണി മേടിച്ചു, രാജുചേട്ടൻ പറഞ്ഞത് രാജുചേട്ടൻ പറഞ്ഞ ആ കാര്യമാണ് സത്യം. മറ്റേ കാര്യം നുണയാണ്. തന്ത്രിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് നുണയാണ്, പക്ഷേ ആന്റോ ആന്റണിക്ക് കൊടുത്തു എന്ന് പറഞ്ഞത് സത്യമാണ്. എന്താണ് അതിനകത്ത് ക്ലാരിറ്റി ഉള്ളത്? ആ ക്ലാരിറ്റി കുറവാണ് ഇതിന്റെ പ്രശ്നം. ഇത് CPM പറയുന്ന, ഇപ്പോഴും പറയുന്നു, LDF-ന്റെ ഇപ്പോഴത്തെ നേതാവായ NM രാജു, LDF-ന്റെ ഇപ്പോഴത്തെ നേതാവായ NM രാജു ആണ് ആ പത്രസമ്മേളനം നടത്തിയത്. അതിപ്പോഴും നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. ശരി.